നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവീൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ എന്നുള്ളത് ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ആകെത്തുകയാണ്. ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്നുള്ളതിന്റെ അർത്ഥം പഴയ നിയമ ബൈബിൾ എന്നാണ്. മോശയും പ്രവാചകന്മാരും എന്നും പറയാം. ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ അബ്രഹാം ധനവാനോട് പറഞ്ഞത് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ എന്നായിരുന്നു. മോശയുടെ കാലത്തായിരുന്നില്ലല്ലോ മറ്റു പ്രവാചകന്മാരുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം മോശയാലും പ്രവാചകന്മാരാലും എഴുതപ്പെട്ട് കിട്ടിയ പഴയ നിയമത്തിന്റെ കാര്യമാണ്. അതുപോലെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നുള്ളത് പുതിയ നിയമത്തെ കുറിക്കുന്നതാണ്. എഫേസ്യർ 2:20 ക്രിസ്തുയേശുവിന്റെ മൂലക്കല്ലായിരിക്കും നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്റെ മേൽ പണിതിരിക്കുന്നു എന്നുള്ളത് അപ്പോസ്തലന്മാരാലും പ്രവാചകന്മാരാലും രചിക്കപ്പെട്ട പുതിയ നിയമം ആണ് സഭയുടെ അടിസ്ഥാനം എന്നാണ്. അല്ലെങ്കിൽ അപ്പോസ്തലന്മാരാലും പ്രവാചകന്മാരാലും ലഭിച്ച ആ പുതിയ നിയമമാണ് സഭയുടെ അന്ത്യം വരെ നമ്മുടെ പ്രമാണം എന്നാണ്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് അവർക്ക് ചെയ്യുക എന്നുള്ളത് ബൈബിളിന്റെ ഉപദേശം മാത്രമാണ്. വേറെ ഒരു മതഗ്രന്ഥത്തിലും അങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല. അത് ബൈബിളിന്റെ മാത്രം സംഭാവനയാണ്. മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ നാം ആദ്യം മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. മറ്റുള്ളവർ നമുക്ക് അധിക സൽക്കാരം ചെയ്യുകയും അവരുടെ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിക്കുകയും ചെയ്യണം എന്ന് നാം ഇച്ഛിക്കുന്നെങ്കിൽ നാം ആദ്യം ആളുകളെ ക്ഷണിച്ച് അധിക സൽക്കാരം ചെയ്യണം. മറ്റുള്ളവർ നമുക്ക് ക്ഷയിക്കാണ്ട് നൽകി വിശേഷങ്ങളൊക്കെ ചോദിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ നാം അത് ആദ്യം ചെയ്യണം. ഇത് നാം ഒരു ശീലമാക്കിയാൽ ഒരു വഴക്കും പിണക്കവും പിറുപിറുപ്പും പരിഭവവും നമുക്കുണ്ടാകുകയില്ല. ഈ തത്വം ആത്മീയ ജീവിതത്തിന്റെ ബാലപാഠമാണ്. എന്നാൽ വലിയ തത്വങ്ങൾ അറിയാവുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന പലർക്കും ഈ ബാലപാഠം അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ അവരത് പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പല ആളുകളും തങ്ങൾക്ക് ക്ഷയിക്കാണ്ട് തരട്ടെ, തങ്ങളുടെ അടുക്ക ഒന്ന് വിശേഷം ചോദിക്കട്ടെ, തങ്ങളുടെ വീട്ടിൽ അവരാദ്യം വരട്ടെ, തങ്ങളെ അവർ ഫോൺ ചെയ്യട്ടെ എന്നാണ്. നമ്മുടെ കർത്താവ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. നമ്മുടെ കർത്താവ് തന്നെ ക്ഷണിച്ച വീട്ടിൽ പോയിട്ടുണ്ട്, ക്ഷണിക്കാത്തവരുടെ വീട്ടിൽ അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്നിട്ടുണ്ട്. സക്കായിയോട് പറഞ്ഞ് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കാൻ അങ്ങോട്ട് വരികയാണെന്നാണ്. അതാണ് സ്നേഹം. ലോകത്തിലെ ഒരു മത നേതാവിനോട് യേശുവിനെ തൊല്ലപ്പെടുത്താൻ സാധിക്കത്തില്ല. കാരണം അവരൊക്കെ ബഹുമാനം ആഗ്രഹിക്കുന്നവരാണ്, വലിയ പ്രോട്ടോക്കോൾ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്നാണ് യേശു അറിയപ്പെടുവാൻ ഇടയായത്. ഈ തത്വം, അതായത് മറ്റുള്ളവരെ ബഹുമാനിക്കുക, അത് ക്രിസ്തുയേശുവിലുള്ള ഭാവമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാലുകളെ കഴുകിയത്. സാധാരണ ഒരു വീട്ടിൽ അതിഥികളായിട്ട് ചെല്ലുമ്പോൾ ആ വീട്ടുടയവനോ അല്ലെങ്കിൽ വീട്ടുടയവന്റെ പ്രതിനിധിയായ വേലക്കാരനോ ആണ് ആളുകളുടെ കാലുകൾ വെള്ളമൊഴിച്ച് കഴുകുകയും തുടയ്ക്കുകയും ചെയ്തിട്ട് പെർഫ്യൂം അടിക്കും. എന്നിട്ട് കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് സ്വീകരിച്ചകത്തേക്ക് കൊണ്ടുപോകും. പക്ഷെ നമ്മുടെ കർത്താവ് പെസഹ ദിവസം വെള്ളമെടുത്തു, പാത്രമെടുത്തു, തോർത്തെടുത്തു, ശിശുമാരുടെ കാലുകളെ കഴുകിയിട്ട് പറഞ്ഞ് നിങ്ങളിങ്ങനെ വേണമെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കൂടിവരവുകളിലും സഭയുടെ ലീഡർ എല്ലാവരുടെയും കാല് കഴുകണം എന്നുള്ള അർത്ഥത്തിലല്ല. കാരണം അങ്ങനെ പിന്നെ നമ്മൾ ഒരിടത്തും വായിക്കുന്നില്ല. പെസഹ തിരുവത്താഴത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു കാര്യം ഉള്ളതായിട്ട് ബൈബിളിലില്ല. കാരണം അങ്ങനെയെങ്കിൽ പൗലൂസ് പറഞ്ഞേനെ, അവനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ വെള്ളമെടുത്തും തോർത്തെടുത്തു, അങ്ങനെയല്ല, അവൻ അപ്പം എടുത്തു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ കാലുകഴുകൽ എന്നുള്ള കാര്യമൊക്കെ പെസഹയോടനുബന്ധിച്ചുള്ള കാര്യമാണ്. തിരുവത്താഴത്തോടനുബന്ധിച്ച്
കാല് കഴുകൽ അങ്ങനെയുള്ള കാര്യം ഇല്ല എന്ന് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൻ്റെ തത്വം നമ്മൾ അംഗീകരിക്കണം. മറ്റുള്ളവർ കാല് കഴുകട്ടെ, മറ്റുള്ളവർ കെട്ടിപ്പിടിക്കട്ടെ, മറ്റുള്ളവർ തൈലം പൂശട്ടെ എന്നുള്ളതല്ല, ഞാനത് ചെയ്യും ഒരു ദാസനെ പോലെ. അതാണ് ക്രിസ്തുയേശുവിലുള്ള ഭാവം. മറ്റുള്ളവരെ ശ്രേഷ്ഠർ എന്നെണ്ണുക. ഫിലിപ്പിയർ വായിക്കുന്നുണ്ട്, ഒരു സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ അന്വേഷിക്കട്ടെ, മറ്റുള്ളവരെ തന്നെക്കാ ശ്രേഷ്ഠം എണ്ണട്ടെ, ക്രിസ്തുയേശുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആളുകൾ നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തോ അത് അവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കാതെ അത് നമ്മൾ ചെയ്ത് ആളുകൾക്ക് മാതൃകയാകുവാൻ നമുക്ക് സാധിക്കണം. യേശു അതിന് മാതൃകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.